മുഖ്യമന്ത്രിക്കെതിരെ ഉയരുന്ന കരിങ്കൊടിയും ജനാധിപത്യ പ്രതിഷേധങ്ങൾ തന്നെയാണ് എന്ന ചോദ്യമുണ്ട്. പക്ഷേ നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നിരന്തരം ചോദിച്ചുകൊണ്ടിരിക്കുന്ന ചോദ്യമാണ്. അതുകൊണ്ട് ഈ കോണ്ടക്സിൽ ആ ചോദ്യം ഒന്നുകൂടി കൊണ്ടുവരേണ്ടതില്ല എന്നും തോന്നുന്നു. ഇപ്പോൾ ഇത് ഗവർണർക്കെതിരായ 4 ബാനറുകൾ ക്യാമ്പസിൽ SFI പ്രവർത്തകർ ഉയർത്തുന്നതാണ് പ്രശ്നം. അത് ഗവർണറെ വല്ലാത്ത രീതിയിൽ പ്രകോപിതനാക്കുന്നതാണ് പ്രശ്നം. അദ്ദേഹം തന്നെ നേരിട്ടിറങ്ങി നിന്ന് അതിനെ അഴിപ്പിക്കാൻ കാർമ്മികത്വം വഹിക്കുന്നത് നമ്മൾ അല്പസമയം മുൻപ് കണ്ടതാണ്. മിനിറ്റുകളുടെ ഇടവേളയിൽ അതിനേക്കാൾ വലിയ ഫോണ്ടിലുള്ള അതിനേക്കാൾ വലിയ വിസ്തൃതിയിലുള്ള വലിയ ബാനറുകൾ ഉയർത്തുന്നു SFI പ്രവർത്തകർ. ക്യാമ്പസിൽ ഒരു സംഘർഷഭരിത സാഹചര്യമുണ്ട്. നാളെ നേരം പുലരുന്നതിന് മുൻപ് 100 കണക്കിന് ബാനറുകൾ ഉയരും എന്നുള്ളതാണ് SFI സംസ്ഥാന സെക്രട്ടറി PM ആർഷോയുടെ മുന്നറിയിപ്പ്. ഗവർണറുടെ കോലമോടെ കത്തിച്ചു, അടുത്ത ബാനർ ഉയർത്തുന്നു. മിസ്റ്റർ ചാൻസലർ, ദിസ് ഇസ് കേരള എന്നുള്ള ഏറ്റവും ഒടുവിൽ ഉയർത്തിയ ബാനറിലെ മുദ്രാവാക്യം. സമീർ ബിൻ കരീം തുടരുന്നുണ്ട്. സമീർ, എന്താണ് ക്യാമ്പസിലെ അന്തരീക്ഷം? ഏതെങ്കിലും തരത്തിൽ സംഘർഷഭരിതമാകുന്നുണ്ടോ? പോലീസ് ഏതെങ്കിലും തരത്തിൽ ആക്ഷനെ കുറിച്ച് ആലോചിക്കുന്നുണ്ടോ സമീർ? ഹാഷ്മി, നിലവിൽ സംഘർഷാവസ്ഥയോ അല്ലെങ്കിൽ മറ്റു പ്രശ്നങ്ങളോ നിലവിലില്ല. ഈ ബാരിക്കേഡിന്റെ ഒരു ഭാഗത്ത് SFI പ്രവർത്തകരും മറുവശത്ത് പോലീസും തുടരുകയാണ്. SFI പ്രവർത്തകർ പ്രകോപനത്തിനോ പോലീസ് ഇവരെ നീക്കാനോ ഉള്ള ശ്രമങ്ങളോ അത്തരം ഒന്നും തന്നെ നടക്കാത്തത് കൊണ്ട് നിലവിൽ ശാന്തമായ ഒരു അന്തരീക്ഷമാണ് ഇവരുള്ളത്. പ്രധാനമായും SFI പ്രവർത്തകർ നിലവിൽ കൂടുതൽ ബാനറുകൾ സ്ഥാപിക്കാനുള്ള ശ്രമമാണ് ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. നിലവിൽ നേരത്തെ സ്ഥാപിച്ച 2 ബാനറുകൾ മാത്രമാണ് നിലവിൽ യൂണിവേഴ്സിറ്റി ക്യാമ്പസിനകത്തുള്ളത്. കൂടുതൽ ബാനറുകൾ തയ്യാറാക്കുന്ന പ്രവൃത്തിയിലാണ് നിലവിൽ SFI പ്രവർത്തകരുള്ളത്. ഈ ബാരിക്കേഡിന്റെ ഒരു ഭാഗത്തായതുകൊണ്ട് തന്നെ പോലീസിനും ഈ നിലവിൽ ഇങ്ങോട്ടേക്ക് കയറുകയോ അല്ലെങ്കിൽ അത് നീക്കം ചെയ്യാനുള്ള ശ്രമമോ അല്ലെങ്കിൽ തടയാനുള്ള ശ്രമമോ തന്നെ പോലീസ് നടത്തുന്നില്ല. അതുകൊണ്ട് നിലവിൽ സംഘർഷഭരിതമായ ഒരു സാഹചര്യം നിലവിലില്ല. നേരത്തെ ഈ ബാനറുകൾ സ്ഥാപിക്കാൻ വന്ന ഘട്ടത്തിൽ പോലീസുമായി പലതവണ കയർക്കുകയും കയ്യാങ്കളിയിലേക്ക് പോകുന്ന ഘട്ടം വരെ ഉണ്ടായി. പക്ഷേ പോലീസും സംയമനം പാലിക്കുകയും SFI പ്രവർത്തകർ ബാനർ കെട്ടുന്ന രീതിയിലേക്ക് അല്ലെങ്കിൽ അക്രമാസക്തമാവുന്ന രീതിയിലേക്ക് പോവാതെ തികച്ചും ജനാധിപത്യപരമായി തികച്ചും മാന്യമായ ഒരു സമരവുമായി എത്തുകയായിരുന്നു. അതുകൊണ്ട് തന്നെ സംഘർഷാവസ്ഥയിലേക്ക് പോകുന്ന ഒരു ഘട്ടം ഇവിടെ ഇല്ല. പക്ഷേ കൂടുതൽ SFI പ്രവർത്തകർ ഈ ഭാഗത്തേക്ക് വരുന്നുണ്ട് എന്നുള്ളതാണ് വളരെ പ്രധാനപ്പെട്ടതായിട്ടുള്ള ഒരു കാര്യം. കൂടുതൽ PM ആർഷോ അടക്കമുള്ള SFIയുടെ നേതാക്കൾ ഇവിടെ ക്യാമ്പ് ചെയ്യുന്നു. ഈ സമരവുമായി ബന്ധപ്പെട്ട ഏകോപനങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. പ്രധാനമായും പോലീസ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് നിലവിൽ സ്ഥാപിച്ചിരിക്കുന്ന ബാരിക്കേഡിനകത്തേക്ക് SFI പ്രവർത്തകർ കടക്കാതിരിക്കാനുള്ള ശ്രമമാണ് പോലീസ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതിനായി വലിയൊരു പോലീസ് സന്നാഹം ഇവിടെ ക്യാമ്പ് ചെയ്യുന്നുണ്ട്. ജില്ലാ പോലീസിന്റെ അവസ്ഥ കുറച്ച് കഷ്ടമാണെന്ന് തോന്നുന്നു സമീർ. കാര്യം അല്പസമയം നമ്മൾ കണ്ടതാണ്. ശ്രീമാൻ ആരിഫ് മുഹമ്മദ് ഖാൻ ആ പോലീസ് ഉദ്യോഗസ്ഥനോട് പറയാവുന്നതിന്റെ പരമാവധി, ഇപ്പോൾ വായിൽ തോന്നിയതൊക്കെ എന്നൊക്കെ ഒരു ഗവർണറെ പറ്റി പറഞ്ഞ് ശരിയല്ലാത്തതുകൊണ്ട് അത് പറയാത്തതാണ്. പക്ഷേ പറയാവുന്നതിന്റെ പരമാവധി ശകാരവർഷങ്ങൾ ആ പോലീസ് ഉദ്യോഗസ്ഥരെ നടത്തുന്നുണ്ടായിരുന്നു. അങ്ങനെയാണ് ആ ബാനർ അഴിപ്പിക്കുന്നത്. അതിനുശേഷം വീണ്ടും അതിനേക്കാൾ വലിയ വെണ്ടയ്ക്കാക്ഷരത്തിൽ, അതിനേക്കാൾ വലിയ നീളത്തിൽ, അതിനേക്കാൾ വലിയ വീതിയിൽ ബാനർ ഉയർത്തുമ്പോൾ എന്തായാലും ഇനി SFI പ്രവർത്തകർ അത് അഴിക്കാൻ പോലീസിനെ സമ്മതിക്കില്ല. ശ്രീമാൻ ആരിഫ് മുഹമ്മദ് ഖാൻ ആ ബാനർ അവിടെ നിൽക്കാൻ അദ്ദേഹത്തിന് അചിന്ത്യവുമാണ്. അങ്ങനെയെങ്കിൽ പോലീസിന്റെ കാര്യം കുറച്ച് കഷ്ടമാകും അവിടെ സമീർ. ഹാഷ്മി, തീർച്ചയായും അങ്ങനെ തന്നെ പറയേണ്ടി വരും. ജില്ലാ പോലീസ് മേധാവി S. അച്യുതൻ IPS വളരെ മോശമായ രീതിയിൽ തന്നെയായിരുന്നു ഈ ഗവർണർ പെരുമാറിയ കാര്യത്തിൽ ഒരു തർക്കം തന്നെ ഇല്ല. കാരണം നേരെ അദ്ദേഹം ഗസ്റ്റ് ഹൗസിന്റെ പുറത്തേക്ക് വരുന്നു, ജില്ലാ പോലീസ് മേധാവിയുടെ അടുത്തേക്ക് വരുന്നു. അദ്ദേഹം താങ്കൾ എന്താണ് ഈ പോസ്റ്ററുകൾ മാറ്റാത്തത് എന്നുള്ള ചോദ്യം അദ്ദേഹം ആവർത്തിച്ച് ചോദിക്കുന്നു. അദ്ദേഹത്തെ വളരെ മോശമായ രീതിയിൽ അദ്ദേഹത്തോട് സംസാരിക്കുന്നു. അങ്ങനെ പോലീസിനോട് വളരെ മോശമായ രീതിയിൽ സംസാരിച്ചുകൊണ്ട് ഈ ജില്ലാ പോലീസ് മേധാവി ഈ ഒരു പോസ്റ്റർ മാറ്റാൻ നിർബന്ധിതമാവുകയായിരുന്നു. പക്ഷേ ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, പോലീസിന് ഈ പോസ്റ്റർ മാറ്റുന്ന കാര്യത്തിൽ അധികാര പരിമിതിയുണ്ട്. അതുണ്ടായിട്ട് പോലും അദ്ദേഹത്തിന് മാറ്റേണ്ടി വരുന്ന ഒരു സാഹചര്യം. പിന്നീട് SFI പ്രവർത്തകർ ഈ പ്രതിഷേധവുമായി എത്തുന്നു. അപ്പോൾ SFI പ്രവർത്തകൻ പോലീസിനെതിരെ രംഗത്ത് വരുന്നു. അങ്ങനെ പോലീസ് തീർത്തും അധികാര പരിമിതിക്കുള്ളിൽ വളരെ സങ്കീർണമായി അല്ലെങ്കിൽ നിസ്സഹായരാകുന്ന ഒരു കാഴ്ചയായിരുന്നു നമുക്ക് കാണാൻ സാധിച്ചത് എന്നുള്ളതാണ് വളരെ പ്രധാനപ്പെട്ട